അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ആയിഷ ബീവിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്ന സമയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശബ്ദമുയർത്തി സംസാരിക്കുന്നതായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ വീട്ടിലേക്ക് കയറി വന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ മാറ്റി നിർത്തുകയും ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ നീ ആയോ എന്ന രൂപത്തിൽ ദേഷ്യം പ്രകടിപ്പിക്കുകയും ശകാരിക്കുകയും ചെയ്തു. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുവർക്കും ഇടയിൽ ചെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ മാറ്റി നിർത്തുകയും ആ സമയം തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ആ സമയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നിന്റെ പൊന്നുപ്പയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചത് എങ്ങനെയാണെന്നത് നീ കണ്ടില്ലേ എന്ന്. ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആയിഷ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സന്തോഷത്തോടുകൂടെയുള്ള സംസാരങ്ങൾ കാണാനിടയായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഞാനും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരട്ടെ, എന്നെയും പങ്കുചേർക്കില്ലേ എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖദ് ഫഅൽന, ചേർത്തിരിക്കുന്നു എന്ന്. നിങ്ങൾ നോക്കണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല മാതൃകായോഗ്യനായ ഭർത്താവിന് ഒരു മാതൃകയാണ് കാണിച്ചു തന്നത്. ഭർത്താവ് എങ്ങനെയാണ് ഭാര്യയോടുള്ള സമീപനം ഉണ്ടാവേണ്ടതെന്നും പ്രശ്നം വരുന്ന സമയത്ത്, വിഷമം വരുന്ന സമയത്ത്, പരസ്പരം എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരുന്ന സമയത്ത് ഏതൊക്കെ രൂപത്തിൽ ഭർത്താവ് സ്വീകരിക്കണം, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് നിബിധങ്ങൾ കൃത്യമായി കാണിക്കുന്നു. ആ ചര്യ മുറുകെ പിടിച്ചാൽ നമ്മുടെ കുടുംബജീവിതവും സന്തുഷ്ടകരമായി തീരും. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.